നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ചു. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 89 മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം കോൺഗ്രസ് തട്ടിപ്പറിക്കുകയാണെന്ന് പ്രധാനമന്ത്രി വീണ്ടും ആരോപിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിലുള്ളിടത്തോളം പോപ്പുലർ ഫ്രണ്ട് നിരോധനം തുടരുമെന്ന് ആലപ്പുഴയിൽ അമിത്ഷായും പറഞ്ഞു. ഇത്രയും വിശേഷങ്ങളാണ് ഇന്ന് വാർത്താലോകത്ത് മഹാഭാരതത്തിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിപ്പിച്ചു. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 89 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വിധിയെഴുതുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം വൈകുന്നേരം അവസാനിച്ചു. ഇനിയും നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. കേരളത്തിലെ ആകെയുള്ള 20 മണ്ഡലങ്ങൾ കൂടാതെ കർണാടകയിലെ 14, ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും 8, അസ്സാമിലെയും ബീഹാറിലെയും 5, മധ്യപ്രദേശിലെ 7, രാജസ്ഥാനിലെ 13, ത്രിപുരയിലെ 1, ഛത്തീസ്ഗഡിലെയും ബംഗാളിലെയും 3 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നു. ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ അവസാനഘട്ട പോളിംഗും വെള്ളിയാഴ്ചയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഔട്ടർ മണിപ്പൂരിൽ 2 ഘട്ടമായാണ് പോളിംഗ് നിശ്ചയിച്ചത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ ജമ്മു മണ്ഡലത്തിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 89 മണ്ഡലങ്ങളിൽ 62 NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കോൺഗ്രസും ഇടതു പാർട്ടികളും അടങ്ങുന്ന പ്രതിപക്ഷത്തിന് 2019 ലഭിച്ചത് കേവലം 25 സീറ്റുകൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി, കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ, ചലച്ചിത്ര താരവും BJP നേതാവുമായ ഹേമാമാലിനി തുടങ്ങിയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ജനം, ഡൽഹി. രാജ്യമെമ്പാടും നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് നാളെ. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഈ വാർത്തയുമായി പ്രതികരിക്കുകയാണ്. നന്ദൻ, എന്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 89ഓളം മണ്ഡലങ്ങളിലെ നിശബ്ദ പ്രചരണമാണ് ഇനിയുണ്ടാവുക? എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഐസൻ, 12 സംസ്ഥാനങ്ങൾ, 89 മണ്ഡലങ്ങൾ, 1206 സ്ഥാനാർത്ഥികൾ. കേരളത്തിലടക്കം 20 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം കൂടുതൽ മണ്ഡലങ്ങളുള്ളത് കർണാടകയിലാണ്. അതേപോലെ തന്നെ രാജസ്ഥാൻ, ബീഹാർ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് അന്തിമ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. നാളെ ഇതുമായി ബന്ധപ്പെട്ട ബാലറ്റ് വിതരണം അടക്കമുള്ള പ്രക്രിയയിലേക്കും മറ്റും കാര്യങ്ങൾക്ക് നടന്നിരിക്കും. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇന്ന് കേരളത്തിൽ മാത്രമായിരുന്നു കലാശക്കൊട്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരസ്യമായ വലിയ ആഘോഷപൂർവമായ ഒരു കലാശക്കൊട്ട് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരമൊരു സമ്പ്രദായം കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ഒരു ഇടങ്ങളിലും, ഏതാണ്ട് മറ്റ് 11 സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നും തന്നെ ഈ ഇത്തരം കലാശക്കൊട്ട് പോലുള്ള വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ ആഘോഷപൂർവ്വമുള്ള കലാശക്കൊട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നാളെ എല്ലാ രീതിയിലും നിശബ്ദമായ പ്രചരണം. ഈ പ്രചരണങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അടക്കം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനായി പ്രത്യേക സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ തരുന്ന വാർത്തകൾ അടക്കമുള്ളവ കൃത്യമായി തന്നെ നിരീക്ഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ നീക്കങ്ങളും അതേപോലെ തന്നെ അവരുടെ പ്രചരണ പരിപാടികളൊക്കെ തന്നെ നിരീക്ഷിച്ചും വിലയിരുത്തുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ രണ്ടാം ഘട്ടവും BJPക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഘടകങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശാവഹമാണ് BJP ഈ നാളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. അടുത്ത വാർത്തയിലേക്കാണ്. ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിൻ്റേത് സംവരണ രാഷ്ട്രീയമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിൻ്റെ മുദ്രയുണ്ടെന്നും തുറന്നടിച്ചു. പട്ടികജാതി പട്ടികവർഗ OBC സംവരണം തട്ടിയെടുത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തീവ്രവാദികളും നക്സലുകളും കൊല്ലപ്പെടുമ്പോൾ കണ്ണീരൊഴുക്കുന്നവരാണ് കോൺഗ്രസിന്റെ നേതാക്കളെന്ന വിമർശനത്തോടെയാണ് ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. കോൺഗ്രസിന്റെ മോശം ഭരണവും അവഗണനയും രാജ്യത്തിന്റെ നാശത്തിന് കാരണമായി. കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ഭരണഘടനാ ശില്പികളുടെ വാക്കുകളെ വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് അവഗണിച്ചുവെന്നും വ്യക്തമാക്കി. മുസ്ലിം ലീഗി സോച്ച് കോ
देश के सामने रखना चाहता हूं। और जब उनका मैनिफेस्टो आया उसी दिन मैंने कह दिया था, आज नहीं कह रहा हूं, उसी दिन कहा था कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है। പട്ടികജാതി പട്ടികവർഗ OBC സംവരണം തട്ടിയെടുത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാട്. കോൺഗ്രസ് പാർട്ടിയെ കുടുംബസ്വത്തായി കണ്ടവർ ജനങ്ങളിൽ നിന്നും പൈതൃക നികുതി ഈടാക്കാൻ ശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. SC, ST, OBC का जो कोटा है उसी में से कम करके, उसी में से चुरा करके ये धर्म के आधार पर कुछ लोगों को आरक्षण दिया जाए. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും രഹസ്യ അജണ്ടകൾ തുറന്നു കാട്ടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനം, ഡൽഹി. കേരളത്തെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ ഭീകരവാദ സംഘടനകളുടെ പിന്തുണ തേടുകയാണ്. കാർഷിക വ്യവസായ രംഗത്ത് ഭാരതം ഒന്നാമതാകും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ആലപ്പുഴയിലെ കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും കേന്ദ്രമന്ത്രിയുടെ ഗ്യാരണ്ടി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ഐസൻ, അരമണിക്കൂർ നേരമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആലപ്പുഴയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം തന്റെ പ്രസംഗത്തിലുടനീളം കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ അഴിമതികളാണ് നിലനിൽക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചു പോവുകയുണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ടത് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും ഒപ്പം തന്നെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തോട്ടപ്പള്ളിയിലെ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഇരു മുന്നണികൾക്കും CPM-നും ഒപ്പം തന്നെ കോൺഗ്രസിനും എല്ലാ രീതിയിലുള്ള പങ്കുമുണ്ട്. ഈ രണ്ട് മുന്നണികളും കൂട്ടുനിന്നാണ് കരിമണൽ ഖനനം നടത്തുന്നത്. പക്ഷേ തീരദേശ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഇരു മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇവർ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ രണ്ട് കൂട്ടരും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നു. രണ്ട് കൂട്ടർക്കും ഭീകരവാദ സംഘടനകളുടെ PFI പോലുള്ള ഭീകരവാദ സംഘടനകളുടെ പിന്തുണയാണ് ഇവർ തേടുന്നത്, വോട്ടാണ് ഇവർ തേടുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇത്രയും കാലം ഭാരതത്തിൽ PFI പോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ അദ്ദേഹം അനുവദിച്ചില്ല. ഇനിയും മോദി തുടർ ഭരണത്തിലെത്തിയാൽ, മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ PFI പോലുള്ള ഭീകരവാദ സംഘടനകൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തുടച്ച് മാറ്റപ്പെടും എന്നും അമിത്ഷാ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. എന്തായാലും PFI പോലുള്ള നിരോധിത സംഘടനകൾ ഇനിയും അതിന് വളരാനുള്ള ഒരു മണ്ണായി കേരളം അല്ലെങ്കിൽ ഭാരതം മാറാനുള്ള ഒരു സാഹചര്യം ഒരു തരത്തിലും ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം സൂചിപ്പിച്ചു പോകുന്നത്. ഇരു മുന്നണികളും UDF-ഉം ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഭീകരവാദ സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി ഭാരതത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് കരിവണ്ണൂർ സഹകരണ മേഖലയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നിക്ഷേപിച്ച പണം നഷ്ടമായവരുടെ പണം മോദി നൽകും എന്ന ഒരു ഗ്യാരണ്ടി കൂടി ഇന്ന് അമിത്ഷാ ആലപ്പുഴയിലെ പ്രസംഗത്തിൽ നൽകുകയുണ്ടായി. മാത്രമല്ല ഈ ഇരു മുന്നണികളും കുറേ നാളുകളായി ഭാരതത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അത് തുടരാൻ അനുവദിക്കില്ല. ഇത് ഇനി വരാൻ പോകുന്നത് NDAയുടെ നാളുകളാണ്. ആലപ്പുഴയിലെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇത്തരത്തിലാണ്: ശോഭാ സുരേന്ദ്രന് നൽകുന്ന ഓരോ വോട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്ന വോട്ടായി വേണം കണക്കാക്കാൻ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് വോട്ട് ലഭിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ വന്ന് സംസാരിച്ച 30 മിനിറ്റ് സമയവും കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പ്രതിപാദിച്ചു പോവുകയുണ്ടായി. ആ രാജ്യത്ത് വികസനം വരണമെങ്കിലും, ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും ഭീകരവാദം തുടച്ചു നീക്കപ്പെടണമെങ്കിലും, ഭാരതം വികസിക്കണമെങ്കിലും, രാജ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിലും മോദി ഭരണത്തിന് കീഴിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ എന്നും അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്തായാലും 30 മിനിറ്റ് സമയവും കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ഐസൻ, രാജ്യത്തെ സാധാരണ പൗരന്മാർ മോദിയുടെ വികസിത് ഭാരതത്തിന് പിന്നിൽ അണിനിരക്കുന്നുവെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ഒരു വികസനവും നടക്കില്ല എന്ന ചിന്ത മാറ്റിമറിക്കാൻ അദ്ദേഹത്തിനായി. കഴിഞ്ഞ 10 വർഷം രാജ്യമേറെ മുന്നോട്ട് പോയെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം മുമ്പേ വരെ തെരഞ്ഞെടുപ്പിൽ ജാതിയായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ ഇന്നത് വികസനമെന്നാക്കാൻ മോദിക്ക് കഴിഞ്ഞുവെന്ന് BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദ.
രാജ്യത്ത് ഒന്നും നടക്കില്ല എന്ന തോന്നൽ ഇന്ന് ഭാരതീയർക്കില്ല. 10 വർഷം കൊണ്ട് രാജ്യം ഏറെ മുന്നോട്ട് പോയി എന്നും അദ്ദേഹം പറഞ്ഞു. आपका कहना होता था कि यहां कुछ नहीं बदलेगा, ये तो ऐसे ही चलेगा, ये सभी राजनेता बेईमान हैं. लेकिन 10 साल में ये अंतर आ गया कि आज भारत का साधारण मानवी भी विकसित भारत के संकल्प के लिए साथ खड़ा होकर के चलने के लिए तैयार हो गया. ये बदलता भारत है. സാധാരണക്കാർ ഇന്ന് മോദിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ബീഹാറിൽ ഭഗൽപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഭീകരവാദികൾ കൊല്ലപ്പെടുമ്പോൾ കോൺഗ്രസ് കണ്ണീരൊഴുക്കുന്നു. അവർ രാജ്യത്തെ ദുർബലരാക്കുന്നവർക്കൊപ്പമാണെന്നും നദ്ദ പറഞ്ഞു. നാഷണൽ ഡെസ്ക് ജനം. കോൺഗ്രസ് മുസ്ലിമുകൾക്ക് വേണ്ടി SC/ST സംവരണത്തിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണെന്ന് നരേന്ദ്രമോദി. മുസ്ലിം ലീഗിൻ്റെ ഭാഷയിലാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. രാജ്യത്തിൻ്റെ നേരവകാശികൾ SC/ST വിഭാഗങ്ങളാണ്. കോൺഗ്രസ് മതസംവരണം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഭീകരവാദികളെയും നക്സലുകളെയും പാലൂട്ടി വളർത്തുകയാണെന്നും പറഞ്ഞു. കോൺഗ്രസ് വോട്ട് ബാങ്കിന് വേണ്ടി ദളിത് സംവരണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദി. കോൺഗ്രസ് മതസംവരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് മാനിഫെസ്റ്റോ മുസ്ലിം ലീഗിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. ഭീകരവാദത്തെയും നക്സലിസത്തെയും കോൺഗ്രസ് ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है, तो मेरे दलित भाई बहनों के लिए होगा, मेरे आदिवासी भाई बहनों के लिए होगा, लेकिन धर्म के नाम पर आरक्षण नहीं होगा. लेकिन वोट बैंक की भूखी कांग्रेस ने कभी इन महापुरुषों की बातों की परवाह नहीं की, संविधान की पवित्रता की परवाह नहीं की, बाबा साहब आंबेडकर के शब्दों की परवाह नहीं की. ഭരണഘടനാ വിരുദ്ധമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. അവർ അംബേദ്കറിനെ അവമാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഡെസ്ക് ജനം. ലവ് ജിഹാദിനിരയായി കോൺഗ്രസ് നേതാവിൻ്റെ മകളെ കോളേജിൽ ലവ് ജിഹാദിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കർണാടകയിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. നേഹയുടെ കൊലപാതകം ലവ് ജിഹാദാണെന്ന് വ്യക്തമായതോടെ ABVP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിഷയത്തെ വഴിതിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കർണാടകയിലെ ഹുബ്ബള്ളിയിലെ കോളേജിൽ സഹപാഠിയായ ഫയാസ് ഖോണ്ടുനായിക്കിന്റെ കുത്തേറ്റാണ് നേഹ ഹിരേമത്ത് എന്ന 23-കാരി മരിച്ചത്. എന്നാൽ സംഭവിച്ചത് സാധാരണ അക്രമം മാത്രമാണെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസിനെ വെട്ടിലാക്കിയത് കൊല്ലപ്പെട്ട നേഹയുടെ പിതാവിന്റെ വാക്കുകളാണ്. മകളെ കൊടുക്കാൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായും സംഭവം ലവ് ജിഹാദ് തന്നെയാണെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ നിരഞ്ജൻ ഹിരേമത്ത് ആരോപിച്ചതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ വെട്ടിലായി. സംഭവം കൂടുതൽ വിവാദമായാൽ മുസ്ലിം വിഭാഗം കോൺഗ്രസിനെ കൈയൊഴിയുമെന്നും ഹിന്ദു ഏകീകരണത്തിന് കാരണമാകുമെന്നും കോൺഗ്രസ് ഭയക്കുന്നു. എന്നാൽ ഇത് കേവലം വോട്ട് ബാങ്കിന്റെ വിഷയമല്ലെന്നും ഭൂരിഭാഗം വരുന്ന പെൺകുട്ടികളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണെന്നുമാണ് BJPയുടെ നിലപാട്. ഇതോടെ കർണാടകയിലാകെ പ്രതിഷേധവുമായി ABVP രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ ക്രമസമാധാന പാലനത്തിൽ പരാജയപ്പെട്ടെന്നാണ് ABVPയുടെ ആരോപണം. ക്യാമ്പസുകളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ABVP കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേഹ വിഷയം കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തലുകൾ. ജനം, ഡൽഹി. കർണാടകയിലെ 28 സീറ്റും BJP തൂത്തുവാരുമെന്ന് K. അണ്ണാമലൈ. ദക്ഷിണേന്ത്യയിലെ നാളിതുവരെയുള്ള BJPയുടെ മികച്ച പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനം അത്രമേൽ സ്നേഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 26-നും മെയ് 7-നുമായി 2 ഘട്ടങ്ങളിലാണ് കർണാടകയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ 28 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റം നേടുമെന്ന് K. അണ്ണാമലൈ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും BJP ഇത്തവണ നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. Karnataka, we are seeing a very clear positive trend that this time it will be a clean sweep for the NDA, 28 out of 28. We are in Dakshin Kannada now, and even here our candidate Captain Brajesh Sautaji is going to win with a record margin. The reason is very simple. People of Karnataka always love Modi ji,
2014 they have done the same, 2019 they have done the same, and 2024 is going to be no different. This will be the best ever performance of NDA in southern part of our country. June 4th will be the last date where people will talk about north-south. Parties like Congress will talk about BJP's presence here, BJP's presence there, and June 4th will truly tell us that Modi ji is going to win across all state in all corners of the country. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. വികസന കാഴ്ചപ്പാടുകളിൽ കർണാടക സംസ്ഥാനത്തെ ചേർത്തുപിടിച്ച ചരിത്രമാണ് മോദിയെ ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കിയത്. അതിനുള്ള അംഗീകാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കെ അണ്ണാമലൈ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. വോട്ടിംഗ് യന്ത്രത്തിൽ ഹാക്കിങ്ങിനോ അട്ടിമറിക്കോ തെളിവില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. വോട്ടിംഗ് മെഷീനിൽ ഹാക്കിംഗ് നടക്കുന്നുവെന്ന് നിരന്തരം ആരോപണമുന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വോട്ടിംഗ് യന്ത്രത്തിൽ ഹാക്കിങ്ങിനോ അട്ടിമറിക്കോ തെളിവില്ലെന്നും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാനില്ലെന്നും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് കോടതി ശ്രമിച്ചതെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സോഴ്സ് കോഡ് പരസ്യപ്പെടുത്തിയാൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ വാദം കേൾക്കവേ കോടതി നിരീക്ഷിച്ചു. വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രവും വിവിപാറ്റും മുദ്രവെക്കുമെന്നും മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഒരു തവണ മാത്രമാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു കൃത്രിമവും കാണിക്കാൻ സാധിക്കില്ലെന്നും കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ഇന്നത്തെ മഹാഭാരതം അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്തേ.